ഡയറ്റിങ്ങിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ ഡയറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് അത് മെയിൻ ആയിട്ട് വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണം നമ്മൾ. അപ്പൊ രാവിലെ എന്നിട്ട് എന്ത് കഴിക്കും? ഊണ് കഴിക്കും. അല്ല, രാവിലെ ഊണ് നല്ലതാണ്. കാര്യം തലേ ദിവസത്തെ മീൻകറി ഉണ്ടെങ്കിൽ രാവിലെ ഊണ് കഴിക്കാൻ നല്ല രസമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കട്ട് ചെയ്തിട്ട് ഊണ് കഴിക്കും അല്ലേ? ഊണ് കഴിക്കും. ചിലപ്പോ അങ്ങനത്തെ ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും. ശരിക്കും പ്രേക്ഷകർക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും ഈ ഡയറ്റ് പ്ലാൻ. ഇങ്ങോട്ട് അപ്പൊ ഉച്ചക്ക് ഊണ് കഴിക്കും, കൂടെ കാപ്പിയും കഴിക്കും. ഏത് കാപ്പി? നമ്മൾ രാവിലെ സ്കിപ്പ് ചെയ്ത കാപ്പി ഇല്ലേ, അല്ലെങ്കിൽ അത് വേസ്റ്റ് ആവില്ല. അപ്പൊ അത് ഉച്ചക്ക് ഊണും ആ കാപ്പിയും കൂടെ ആയിട്ട് ഉച്ചക്ക് നമ്മൾ കഴിക്കും. അതെ. പക്ഷെ വൈകുന്നേരം ഒറ്റ നേരം, അതായത് 6 മണിയാകുമ്പോൾ നമ്മൾ ഒരു നേരം ഗോതമ്പാക്കണം. നല്ലത്. രാവിലെ ഊണ്, ഉച്ചക്ക് ഊണും കാപ്പിയും, അപ്പൊ പിന്നെ വൈകിട്ട് ഗോതമ്പ് എന്ന് പറഞ്ഞാൽ 2 ചപ്പാത്തിയെ കഴിക്കാം. വൈകിട്ട് 2 ചപ്പാത്തി. കാര്യം 2 ചപ്പാത്തിയെ നമ്മൾ കഴിക്കാം. കാര്യം 7:30 നമുക്ക് വീണ്ടും ഉണ്ണാനുള്ളതല്ലേ. കാര്യം എന്താ സാർ വേണ്ടത്? എനിക്ക് മുട്ടയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന 2 നീളം പന്നില്ലേ, ബർഗർ. പിന്നെ ചക്കേരക്ക് പോലെ വലിക്കുമ്പോ വരുന്ന വലിയൊരു അപ്പം ഉണ്ടല്ലോ, പിസ്സ. പിന്നെ തുളസിയില ഇട്ടിട്ട് നാരങ്ങ വെള്ളം, മൊജിറ്റോസ്. അത് കുടിച്ചിട്ട് പറയാം. ഓക്കെ സാർ. അതെന്താ സംഭവം? ചൈനയിൽ താങ്ക് യു ഇറങ്ങിയതാ. അമ്മോ, കുഞ്ഞിന് ബാംഗ്ലൂരിൽ പോയി പഠിക്കണമെന്ന്. ബാംഗ്ലൂരിൽ പോയി പഠിക്കണമെന്ന്. കേരളത്തിലെല്ലാം ഊരി പഠിച്ചു, ബാംഗ്ലൂരിൽ പോവാ പഠിക്കാനാ. എന്തോ എറിഞ്ഞു പൊട്ടിക്കാനോ? ഈ നാട്ടില് പൈസ ഞാൻ കൊടുത്തോണ്ടിരിക്കുക. ബാംഗ്ലൂരിൽ പോയി എറിഞ്ഞു പൊട്ടിക്കാനോ? ഈ ഹിന്ദിക്കാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ നിങ്ങൾക്ക് അറിയാമോ? എനിക്കറിയാം. ഹിന്ദിക്കാര് 11 മണിക്ക് ചപ്പാത്തിനും നമ്മൾ 1 മണിക്ക് ചോറ് തിന്നും. അത് മാത്രമൊന്നും അല്ല. അതും എനിക്കറിയാം. എന്തര്? നമുക്ക് മീൻ ഉണ്ടെങ്കിലേ ചോറ് ഇറങ്ങുള്ളൂ. പക്ഷെ ഹിന്ദിക്കാർക്ക് സവാളം പച്ചവളം ഉണ്ടെങ്കിലും ചപ്പാത്തി ഇറങ്ങും. നിങ്ങളോട് ചോദിച്ചാൽ എന്നെയാണ് അടിക്കാൻ. MBBS പഠിച്ചാ എന്താവും? ഡോക്ടറാവും. വേറെ വല്ല പണിക്ക് പോകാൻ പറ്റുമോ? ഇല്ല, ഡോക്ടറാവും. LLB പഠിച്ചാ എന്താവും? വക്കീലാവും. വേറെ വല്ല പണിക്ക് പോകാൻ പറ്റുമോ? അതില്ല. എഞ്ചിനീയർ പഠിച്ചാ എന്താവും? എഞ്ചിനീയർ. വേറെ വല്ല പണിക്ക് പോകാൻ പറ്റുമോ? ഇല്ല. 10ാം ക്ലാസ് തോറ്റാ നമുക്ക് എന്ത് പണിക്കും പോകും. എന്താ സാർ വേണ്ടത്? എനിക്ക് മുട്ടയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന 2 നീളം പന്നില്ലേ, ബർഗർ. പിന്നെ ചക്കേരക്ക് പോലെ വലിക്കുമ്പോ വരുന്ന വലിയൊരു അപ്പം ഉണ്ടല്ലോ, പിസ്സ. പിന്നെ തുളസിയില ഇട്ടിട്ട് നാരങ്ങ വെള്ളം, മൊജിറ്റോസ്. അത് കുടിച്ചിട്ട് പറയാം. ഓക്കെ സാർ. അതെന്താ സംഭവം? ചൈനയിൽ താങ്ക് യു ഇറങ്ങിയതാ. അമ്മോ.